സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ജഗദീഷും ശ്വേതാ മേനോനും ഒരുങ്ങുന്നുവെന്ന് സൂചന. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് മത്സരിക്കും. വിവരങ്ങളുമായി ഇപ്പോൾ അർച്ചന ചേരുന്നുണ്ട്. അർച്ചന, മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങളൊന്നും തന്നെ ഭാരവാഹി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നില്ല എന്ന വിവരം കൂടി ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. നമുക്കറിയാം അമ്മ എന്ന സംഘടന വിവാദത്തിൽപ്പെട്ടത് അടക്കമുള്ള കാര്യങ്ങൾ. ഏതായാലും ഇപ്പോൾ ഈ ജഗദീഷിൻ്റെ കാര്യത്തിലും ശ്വേതാ മേനോൻ്റെ കാര്യത്തിലും സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? സിജു, തീർച്ചയായും ജഗദീഷും ഒപ്പം ശ്വേതാ മേനോനും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ നേരത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മത്സര രംഗത്തേക്ക് ഇരുവരും കടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്തായാലും മോഹൻലാൽ വരില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അത് ഇപ്പോൾ കൂടുതൽ വ്യക്തമാവുകയാണ്. എന്തായാലും മത്സര രംഗത്തേക്ക് മോഹൻലാൽ ഉണ്ടാകില്ല. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷും ഒപ്പം ശ്വേതാ മേനോനും മത്സര രംഗത്തേക്ക് കടക്കുകയാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നൊരു സൂചനയുണ്ട്. അതിൽ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഇന്നാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി. നിരവധി പേർ ഇത്തരത്തിൽ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും വൈകിട്ടോട് കൂടിയാണ് ഇത് ആരൊക്കെയാണ് ഇത്തരത്തിൽ നൽകിയത്, ഏതൊക്കെ സ്ഥാനങ്ങളിൽ ആരൊക്കെ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ ഒരു ചിത്രം മനസ്സിലാകുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ജഗദീഷും ശ്വേതാ മേനോനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇറങ്ങുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ വ്യക്തമാകുന്നത്. അതേസമയം തന്നെ മോഹൻലാൽ മത്സര രംഗത്തേക്ക് ഉണ്ടാകില്ല എന്ന് കൂടി ഉറപ്പാവുകയാണ്. കുഞ്ചാക്കോവിന്റെ പേരടക്കം ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചേക്കുമെന്ന തരത്തിലുള്ള കാര്യങ്ങൾ വന്നിരുന്നു. എന്തായാലും അതൊക്കെ വ്യക്തമാകണമെങ്കിൽ വൈകിട്ടോട് കൂടി ഈ ചിത്രം വ്യക്തമാകണം. എന്തായാലും കുഞ്ചാക്കോവൻ ഇത്തരത്തിൽ മത്സരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക നൽകാനാണെങ്കിൽ ജഗദീഷ് പിന്മാറുമെന്നും പറയുന്നുണ്ട്. എന്തായാലും കൂടുതൽ ആളുകളുടെ പേരുകൾ ഇത്തരത്തിൽ വിജയരാഘവൻ തുടങ്ങിയവരുടെ പേര് പ്രധാന സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ധാരണയും വ്യക്തതയും വേണമെങ്കിൽ വൈകിട്ടോടുകൂടി ഈ ലിസ്റ്റ് പുറത്തു വരണം. എന്തായാലും ജഗദീഷും ശ്വേതാ മേനോനും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അതേസമയം ഇനി ഏതൊക്കെ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുമെന്നാണ് വ്യക്തമാവേണ്ടത്. എന്തായാലും മോഹൻലാൽ മത്സര രംഗത്തേക്ക് തുടർന്നേക്കില്ല. മാത്രമല്ല ഇപ്പോൾ നിലവിൽ അഡ്ഹോക് കമ്മിറ്റിയാണ് ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മോഹൻലാൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ സ്ഥാനത്തിരിക്കുന്നതാണ്, പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നതാണ്. എന്തായാലും മോഹൻലാൽ ഈ മത്സര രംഗത്തേക്ക് ഉണ്ടാകില്ല. മാത്രമല്ല ഇത്തരത്തിൽ ഈ പല പേരുകളും, അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധിയായ പേരുകൾ ഇത്തരത്തിൽ പരാതിയുമായി ഉയർന്നു വന്നിരുന്നു. എന്തായാലും അത്തരത്തിൽ ഈ വിവാദമായ ആളുകളൊന്നും തന്നെ ഇത്തരത്തിൽ പ്രശ്നങ്ങളിൽ പരാതികളിൽ വന്ന ആളുകളൊന്നും മത്സര രംഗത്തേക്ക് വരേണ്ടതില്ല എന്ന് നേരത്തെ തന്നെ ഒരു നിലപാട് പലയിടങ്ങളിൽ നിന്നായി വന്നിരുന്നു, പല താരങ്ങളിൽ നിന്നായി വന്നിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. എന്തായാലും അത്തരത്തിലുള്ള സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആളുകളൊന്നും മത്സരരംഗത്തേക്ക് ഉണ്ടാകില്ല. എന്തായാലും മോഹൻലാൽ തുടർന്നേക്കില്ല, മത്സരരംഗത്ത് ഉണ്ടാകില്ല. അതേസമയം ജഗദീഷും ശ്വേതാ മേനോനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി വരുന്ന വിവരങ്ങൾ. ഷിജു, ഏതായാലും അമ്മ അക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന ഒരു നല്ല തീരുമാനമുണ്ട്. ഒരുപക്ഷെ ജനറൽ ബോഡി യോഗത്തിലടക്കം എടുത്ത തീരുമാനമായിരിക്കും അത്. കളങ്കിതർ, ആരോപണ വിധേയർ, നേരത്തെ അർച്ചന സൂചിപ്പിച്ചതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നേരത്തെ സിദ്ദിഖിനെതിരെ അടക്കം ആരോപണങ്ങൾ വരികയും അത് കേസ് തുടരുന്ന സാഹചര്യവും കൂടിയുണ്ട്. ഇത് സാഹചര്യത്തിൽ തന്നെ മാത്രമല്ല അമ്മ എന്ന് പറയുന്ന സംഘടന തന്നെ വല്ലാത്ത പ്രതിസന്ധിയിലായി. കേരള സമൂഹത്തിന് മുന്നിൽ വലിയ തരത്തിലുള്ള സംശയനിഴലിൽ തന്നെ ആയിരുന്നു അമ്മ സംഘടനയുടെ പല ഭാരവാഹികൾ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു വിഴുപ്പലക്കലിന് അല്ലെങ്കിൽ ഒരു വെളുപ്പിച്ചെടുക്കലിന് വേണ്ടി ഇപ്പോൾ സംഘടന ശ്രമം നടത്തുന്നു തന്നെ പറയേണ്ടി വരുന്നുണ്ട്. ഏതായാലും ജഗദീഷും ശ്വേതാ മേനോനും മത്സരിക്കുക എന്ന് പറയുമ്പോൾ ആ സംഘടനയ്ക്ക് അവർ ഉറച്ച ഒരു നേതൃത്വം നൽകുമെന്ന സൂചന കൂടി നൽകുകയും ചെയ്യുന്നുണ്ട്. നിലവിലുള്ള ചില അപവാദങ്ങൾ, ചില കറകൾ തേച്ചുമാച്ച് കളയേണ്ടതുണ്ട് എന്ന സൂചന കൂടി നൽകുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഷിജു, അത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം തുടക്കം മുതൽ അത്തരം ഒരു നിലപാട് തന്നെയാണ് അമ്മ എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ മത്സര രംഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞത്. കാരണം മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ വിവാദങ്ങൾ സിദ്ദിഖിനെതിരെ ആരോപണം ഉയരുകയും ഇത്തരത്തിൽ പല അമ്മ സംഘടനയുള്ള പല നടന്മാർക്കെതിരെയും താരങ്ങൾക്കെതിരെയും വലിയ രീതിയിൽ ആരോപണങ്ങൾ വരികയും അമ്മ പൂർണ്ണമായും പ്രതിസന്ധിയിലാകുകയും ചെയ്തത്. അമ്മയുടെ തീരുമാനങ്ങളും നിലപാടുകളെല്ലാം തന്നെ ആ ഘട്ടത്തിൽ വലിയ രീതിയിൽ വിമർശനത്തിന് വിധേയമാകുകയും ചെയ്തതാണ്. ആ ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ നിലപാട് ഇതിലെടുക്കാൻ അമ്മ സംഘടന ഇത്തരത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ആരോപണ വിധേയരായവർ അല്ലെങ്കിൽ ഇത്തരത്തിൽ പരാതിയുമായി ഓരോരുത്തർ, അതായത് അത്തരം താരങ്ങളൊന്നും തന്നെ ഇത്തരത്തിൽ മത്സരരംഗത്തേക്ക് വരേണ്ടതില്ല എന്നൊരു തീരുമാനം സംഘടനയിലെ പലരും കൈക്കൊള്ളുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ തീരുമാനത്തിൽ തന്നെയാണ് ഇതുവരെയുള്ള ലിസ്റ്റുകൾ പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇനിയൊരു കൃത്യമായ നേതൃത്വം അല്ലെങ്കിൽ ശക്തമായ ഒരു നേതൃത്വം അമ്മയ്ക്ക് വേണം എന്നൊരു നിലപാട് എല്ലാ താരങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഈ ഇതുവരെയുള്ള ഈ പേരിൽ നിന്ന് നമ്മൾ വ്യക്തമാകുന്നത്. ജഗദീഷ്, ശ്വേതാ മേനോൻ, അത്തരത്തിൽ സ്ത്രീകൾ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ശ്വേതാ മേനോൻ മത്സരരംഗത്തേക്ക് എത്തുമ്പോൾ ഈ തലപ്പത്തേക്ക് ഒരു സ്ത്രീ പ്രാതിനിധ്യം അല്ലെങ്കിൽ സ്ത്രീ സ്വാധീനം ഇതിലെ അമ്മ സംഘടനയിൽ ഉണ്ടാകുമോ എന്ന ചോദ്യം അടക്കം ഉണ്ടാകുന്നുണ്ട്. എന്തായാലും അമ്മ
എന്ന സംഘടന കൂടുതൽ ശക്തമായി തിരിച്ചു വരേണ്ടത് താരങ്ങളുടെ ഒന്നടങ്കം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളും തന്നെയാണ് ഇതുവരെ ഈ താരങ്ങളെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നത്. വൈകിട്ടോടുകൂടി ഇതിന്റെ പൂർണ്ണമായ ആരൊക്കെയാണ് ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് എന്നതൊരു പൂർണ്ണ ചിത്രം വരും. അപ്പോഴായിരിക്കും ഏതൊക്കെ മത്സര രംഗത്തേക്ക് ഏതൊക്കെ പ്രമുഖർ ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുക. എന്തായാലും നിലവിൽ ജഗദീഷ് ഒപ്പം ശ്വേതാ മേനോനാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. കുഞ്ചാക്കോവിന്റെ പേരും ഒപ്പം വിജയരാഘവന്റെ പേരൊക്കെ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഇവരൊക്കെ നാമനിർദ്ദേശ പത്രിക നൽകാൻ തയ്യാറാകുമോ എന്ന അടുത്ത ഘട്ടത്തിൽ, അതായത് വൈകിട്ടോടുകൂടി മനസ്സിലാകും. എന്തായാലും ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഷിജു, ഈ അർച്ചനയാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അമ്മ ഭാരവാഹി സ്ഥാനത്തേക്ക്, അതായത് അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ജഗദീഷും ശ്വേതാ മേനോനും ഒരുങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ കുഞ്ചാക്കോ ബോബൻ മത്സരിക്കുകയാണെങ്കിൽ ജഗദീഷ് പിന്മാറും എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് അർച്ചന പങ്കുവച്ചത്. ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് കൂടി മത്സരിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് അർച്ചന വിനോദ് കൊച്ചിയിൽ നിന്ന് പങ്കുവെക്കുകയും ചെയ്തത്.